മറ്റു വാർത്തയിലേക്കാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന മർദ്ദനക്കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിന് കുരുക്ക്. കേസ് ഫയലുകൾ തിരുത്തിയത് അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമെന്ന് ADGPയുടെ ഓഫീസിലെ ജീവനക്കാരായ 2 SIമാർ SITക്ക് മൊഴി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് അവഗണിച്ചാണ് റിപ്പോർട്ട് തിരുത്തിയതെന്നും ഗ്രേഡ് SIമാരായ ഗിരീഷും ശ്രീകാന്തും സമ്മതിച്ചു. സംഭവത്തിൽ SIT പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇത് കൃത്യമായും ഈ രീതിയിൽ ഒരു ഉന്നതന്റെ ഇടപെടലില്ലെങ്കിൽ ഇതുപോലുള്ള കേസ് അട്ടിമറിക്കപ്പെടില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അവിടെ MR അജിത് കുമാറിന് തുടക്കം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് MR അജിത് കുമാറിന് കുരുക്കെന്ന ഈ രീതിയിൽ ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഉണ്ടായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ താഴേക്കിടയിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, പോലീസ് ഉന്നതരും പ്രതിപ്പട്ടികയിലേക്ക് വരുമോ? ടോമി, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണി സംഭവം നടന്ന സമയത്ത് അന്നത്തെ SP ആയിരുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്നു ചൈത്ര തെരേസ ജോൺ. അന്ന് ചൈത്ര തെരേസ ജോൺ കൃത്യമായ ഒരു റിപ്പോർട്ട് ഈ വിഷയത്തിന്മേൽ നൽകിയിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് അടക്കം പൂഴ്ത്തപ്പെട്ടായിരുന്നു പിന്നീട് ഈ കേസ് അന്വേഷണം ഉണ്ടായത്. അതായത് തുടക്കത്തിൽ, ഈ കേസിൽ FIR വീഴുന്നത് പോലും കോടതിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു. ഈ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയെങ്കിലും ആ പരാതി പരിഗണിക്കാനായി അന്ന് സൗത്ത് പോലീസ് തയ്യാറായിരുന്നില്ല. അതായത് കീഴുദ്യോഗസ്ഥന്മേൽ വലിയ സമ്മർദ്ദം തന്നെ മുകളിൽ നിന്നും വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കടന്നുപോയ വാഹനത്തിൽ പിന്നാലെ വന്നവർ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രി തന്നെ ഇതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് പരാമർശിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി മുകളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദവും മുഖ്യമന്ത്രി തന്നെ ന്യായീകരിച്ച പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കേസ് പിന്നീട് സൗത്ത് പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി. ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്ന ഘട്ടത്തിലും റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർമേൽ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ SI പുതിയ അന്വേഷണ സംഘത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 ഗ്രേഡ് SIമാരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ ഭാഗം പറഞ്ഞു എന്നുള്ളതാണ്. MR അജിത് കുമാറിന്റെ മേലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു തിരുത്തൽ നടത്തേണ്ടി വന്നത് എന്നുള്ള അവരുടെ നിസ്സഹായാവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ടാണ്. കാരണം ഈ കേസ് ഇപ്പോൾ 2ാമത് പുനരന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഓരോ ഘട്ടത്തിലും അതിൽ ഇടപെടേണ്ട ഉദ്യോഗസ്ഥർക്ക് അവർ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ എന്ത് സമ്മർദ്ദത്തിന്റെ പുറത്താണെങ്കിലും അത് മുകളിൽ നിന്ന് അങ്ങനെ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. മറിച്ച് ആ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നുള്ള നിലപാടിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തുറന്നു പറച്ചിലിന് തയ്യാറായിരിക്കുന്നത്. മുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആണ് ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തേണ്ടി വന്നത് എന്നുള്ള കാര്യം അവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ മറ്റ് ഗൺമാൻമാരുടെ, അതായത് അൽകലിയൂറും സന്ദീപും അടക്കമുള്ള ആളുകൾക്ക് അവരുടെ കേസിൽ ഇന്ന് 5 പേരുടെയും കേസിൽ ഇന്ന് ആലപ്പുഴ സെഷൻസ് കോടതി വീണ്ടും വാദം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും SIT റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. SITയുടെ റിപ്പോർട്ടും ഇന്ന് പരിഗണിക്കപ്പെട്ട ഒരു ദിവസമാണ്. വീണ്ടും നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു 308 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തേണ്ട ഒരു സാഹചര്യം എന്താണ്, അവർക്ക് ഏറ്റ മർദ്ദനം അത്ര ഗുരുതരമായ ഒരു മർദ്ദനമല്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സെഷൻസ് ജഡ്ജി ഹാനിയം വർഗീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇന്നും ആ രീതിയിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് വിവരം ചോർന്നു കിട്ടുന്നത്, കോടതിക്ക് കിട്ടുന്നതിന് മുമ്പാണോ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നതെന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസത്തേക്ക് വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കുന്ന കാര്യം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ റിപ്പോർട്ട് SIT ഓരോ ഘട്ടത്തിലും കോടതി ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അതിന്റെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള പുതിയതായുള്ള റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഗൗരവത്തോടു കൂടി തന്നെയാണ് അന്വേഷണം കടന്നു പോകുന്നത്. പക്ഷെ അവരും ഇപ്പോഴത്തെ അന്വേഷണ സംഘവും നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് തുടക്കത്തിൽ ആ കേസ് ഫ്രെയിം ചെയ്തതിൽ വന്നിട്ടുള്ള ഇടപെടലും വീഴ്ചകളും അതിപ്പോഴും അന്വേഷണ സംഘത്തെ ബാധിക്കുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് എടുത്തതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അന്നത്തെ പരിക്ക് കൃത്യമായി ഇവരുടെ പരിക്ക് രേഖപ്പെടുത്തുന്നതിൽ വന്നിട്ടുള്ള പാളിച്ചകളൊക്കെ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തെയും ബാധിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, കേരളം മുഴുവൻ കണ്ട ഒരു അക്രമമായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അജയ് ജുവൽ കുര്യാക്കോസിനും ഒപ്പം തന്നെ. അതാണ് ശരണി, എങ്ങനെയൊക്കെ തുടക്കത്തിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച ഉണ്ടായാലോ അതല്ലെങ്കിൽ അവർ ബോധപൂർവം വീഴ്ച വരുത്തിയാലും ആ ദൃശ്യങ്ങൾ എല്ലാം തുറന്നു പറയുന്നുണ്ട്, സത്യം പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം എത്രത്തോളം ക്രൂരമായിട്ടാണ്, മൃഗീയമായിട്ടാണ് ആ 2 ചെറുപ്പക്കാർ മർദ്ദനമേറ്റതെന്ന്. അവർക്ക് മർദ്ദനം
കാരണം പോലീസ് ഉദ്യോഗസ്ഥർ അല്ല അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് നടപടി സ്വീകരിക്കാം. അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പുറത്തിറങ്ങി വന്ന് ക്രൂരമായി 2 പേരെയും എ ഡി തോമസിനെ ഉൾപ്പെടെ 2 പേരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഇവിടെ ഈ ഇടപെടൽ നടത്തി കേസ് അട്ടിമറിക്കാൻ ഇടപെടൽ നടത്തിയ ഉന്നതനെതിരെയും അന്വേഷണം ഉണ്ടാകുമോ, നടപടി ഉണ്ടാകുമോ, പ്രത്യേകിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ടോ? എന്തായാലും വളരെ കൃത്യമായി ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് MR അജിത്കുമാറിനെതിരെ മൊഴി നൽകിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത്. അത്തരത്തിൽ കൃത്യമായൊരു മൊഴി നൽകി ഇത്തരത്തിൽ വികാരാധീനനായി മൊഴി നൽകുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കൺസിഡർ ചെയ്യാതെ എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ. ഇന്നിപ്പോ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിലുമൊക്കെ അത്തരം ചില കാര്യങ്ങൾ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് നടന്ന വാദപ്രതിവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നിട്ടുള്ളത് ഈ ഗൺമാൻമാരെ മർദ്ദിക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ലാത്തിയാണ്. ആ ലാത്തി സാധാരണഗതിയിൽ ഇവർക്ക് നൽകുന്നതല്ല, മറിച്ച് ഇവരുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു പിസ്റ്റലും ബാഗും മാത്രമാണ്. അപ്പൊ എങ്ങനെയാണ് അവരുടേതല്ലാത്ത അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നൽകാത്ത ഒരു ആയുധം ഇവർക്ക് വാഹനത്തിൽ കരുതാൻ കഴിഞ്ഞത്? അതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ച് എങ്ങനെ മർദ്ദിച്ചു എന്നുള്ള ചോദ്യമൊക്കെ വാദിഭാഗത്തിന്റെ ഭാഗത്തുണ്ട്. അത് പ്രോസിക്യൂഷൻ ഈ കേസ് വാദിക്കുമ്പോഴും അത്ര പല ചോദ്യങ്ങൾക്ക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു കൃത്യമായൊരു മറുപടി കിട്ടുന്നില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ വാദിഭാഗത്തിന്റെ കൂടെ ഇപ്പോ വാദിഭാഗത്തിന് കക്ഷി ചേർന്നത് കൊണ്ട് തന്നെ അവരുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് റോയ് അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോ വലിയൊരു വാദമാണ് ഇവരുടെ ജാമ്യാപേക്ഷയിലടക്കം. അത്ര ഒരു പരസ്പരമുള്ള ഒരു ഫൈറ്റാണ് ഇവരുടെ ജാമ്യാപേക്ഷയിലടക്കം കോടതിയിൽ വന്നിട്ടുള്ളത്. കാരണം 3 ദിവസമായിട്ട് കോടതി 3 ദിവസങ്ങൾ പരിഗണിച്ച് മാറ്റിവെച്ചു. ഇപ്പോൾ വീണ്ടും കേസിൽ ജാമ്യത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഓരോ സമയത്തും ഖണ്ഡിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇത് പോകുന്നത്. പക്ഷെ അതൊക്കെ നടക്കുമ്പോഴും ടോം സൂചിപ്പിച്ച കാര്യം പ്രധാനപ്പെട്ടതാണ്. അതായത് താഴേക്കരയിലുള്ള ഉദ്യോഗസ്ഥർ പരസ്യമായി ഇങ്ങനെ ഒരു മർദ്ദനം നടന്നുകൊണ്ട് കേരളം മുഴുവൻ കണ്ടിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തനിക്ക് വേണ്ടി നടന്ന രക്ഷാപ്രവർത്തനം എന്നാണ് അതിനെ വിശദീകരിച്ചത്. അത് മാത്രമല്ല, പിന്നീട് ഈ കോടതിയിൽ വരുന്ന ഘട്ടത്തിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയത് ഇങ്ങനെ ഒരു മർദ്ദന ദൃശ്യം പോലും അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള വിചിത്രമായ വാദം. മാധ്യമപ്രവർത്തകരടക്കം മൊഴി നൽകിയിട്ടും ഇങ്ങനൊരു മർദ്ദന ദൃശ്യം അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു വിവരം നൽകിയാണ് ഈ കേസ് റെഫർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോ അന്ന് കേസ് ഡയറിയിൽ അടക്കം തിരുത്തൽ വരുത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ നിലവിലത്തെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പഴയ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഉദ്യോഗസ്ഥരിൽ മേൽ ഏറ്റവും ആദ്യഘട്ടം മുതൽ തന്നെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളാണ് MR അജിത്കുമാർ. ഇപ്പൊ കൂടുതൽ വ്യക്തതയോടെ 2 ഗ്രേഡ് SIമാർ കൂടി അദ്ദേഹത്തിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നതോടെ ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഈ MR അജിത്കുമാറിനെതിരെ കൂടി നടപടിയെടുക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. യെസ്, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകി. എന്തായാലും MR അജിത്കുമാറെ സംബന്ധിച്ചത് ഈ ഒരു മൊഴി നിയമക്കുരുക്കാവുകയാണ്. ഒരുപക്ഷെ വകുപ്പ് തല നടപടി ഉണ്ടായേക്കാം. ഇതെങ്ങനെയായിരിക്കും ഇനി SIT ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്? കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളാകാനുള്ള സാധ്യതയുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.